ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ വിശുദ്ധ വലിയ നോമ്പിലെ പ്രതിദിന ചിന്തയ്ക്കായി എബ്രായ ലേഖനം 11 അധ്യായം 7 ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. തന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിതനായ ഒരു മനുഷ്യനായിരിക്കണം നോഹ. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണല്ലോ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്. പുതിയ നിയമത്തിലെ യേശുവിന്റെ നിഴലുകളാണ് പഴയ നിയമത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം. അതിൽ ഒരാളാണ് നീതിമാനായ നോഹ. യേശുവിന്റെ സുവിശേഷ നാളുകളെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ നിഴലാണ് നോഹയുടെ ജീവിതം. ഒരു നദിയോ കടലോ പ്രളയമോ, എന്തിനധികം ഒരു നല്ല മഴ പോലും കിട്ടാത്ത മരുഭൂമിയിൽ വരുവാനിരിക്കുന്ന ഒരു പ്രളയത്തെപ്പറ്റി പ്രസംഗിക്കുകയും രക്ഷപ്രാപിപ്പാനായി ഒരു പെട്ടകം പണിയുവാൻ തുടങ്ങുകയും ചെയ്ത നോഹയെ അന്നത്തെ സമൂഹം എങ്ങനെ സ്വീകരിച്ചിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും അയാൾ ആ ദേശവാസികൾക്ക് കിറുക്കനും തമാശയുമായിരുന്നിരിക്കാം. എന്നാൽ നോഹ ദൈവം പറഞ്ഞ അളവുകൾക്ക് അണുവിട വ്യത്യാസമില്ലാതെ കൃത്യമായി തന്റെ ജോലി തുറന്നുകൊണ്ടേയിരുന്നു. ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. മനുഷ്യന്റെ ഹൃദയവിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. അവനോടുകൂടെ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ഒരുവൻ, നോഹ, അവൻ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഷേം, ഹാം, യഫേത്ത് എന്ന 3 പുത്രന്മാരെ അവൻ ജനിപ്പിച്ചു. അവന്റെ കുടുംബം ലോകം മുഴുവൻ അവനെ പരിഹസിച്ചപ്പോഴും അവന്റെ കുടുംബം അവനെ ബഹുമാനിച്ചു. തന്റെ മക്കൾ അവനെ അനുസരിച്ചു. കൊടിയ പ്രളയത്തിൽ നിന്ന് ആ കുടുംബം മാത്രം രക്ഷപ്പെട്ടു. ആയതുകൊണ്ട് ഇതൊരു കുടുംബത്തിന്റെ രക്ഷയുടെ കഥയാണ്. പ്രളയത്തെപ്പറ്റി അവൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ കുടുംബം അല്ലാതെ ആരും അവനെ ഗൗനിച്ചില്ല. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഗ്രഹനാഥന്റെ ഉത്തരവാദിത്വം നോഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നും ചോദ്യം ചെയ്യാതെ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ അനുസരത്തോടെ ദൈവകൽപ്പനകളെ നോഹ സ്വീകരിച്ചു. ഗോഫർ മരം കൊണ്ടുള്ള ഒരു പെട്ടകം അവൻ പണിതു തുടങ്ങി. പെട്ടകത്തിന് 3 അറകൾ, അകത്തും പുറത്തും കീൽ തേച്ച് അതിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. ഇത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു മുഴമെന്ന് പറയുന്നത് 18 ഇഞ്ചാണല്ലോ. അങ്ങനെ വരുമ്പോൾ 450 അടി നീളം, 75 അടി വീതി, 45 അടി പൊക്കം. അങ്ങനെ ദൈവം കൽപ്പിച്ച ക്രമത്തിൽ അവൻ ഒരു പെട്ടകം പണിതു. പെട്ടകം പണിത ശേഷം നോഹ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും തന്റെ മരുമക്കളെയും നിർബന്ധിച്ചല്ല അതിൽ കയറ്റിയത്. അവരെല്ലാം തനിയെ അതിൽ കയറി. ഇതാണ് നിഷ്കളങ്കനും നീതിമാനുമായി ദൈവകൽപ്പനകളെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നവന്റെ കുടുംബം. സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി, സകല ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, പറവകളിൽ നിന്നും പൂവനും പിടയുമായി 7 പെട്ടകത്തിൽ കയറി. 7 ദിവസം അവർ പെട്ടകത്തിനകത്ത് പുറത്തെന്തു നടക്കുന്നു എന്നറിയാതെ അവർ കരുതലോടെ കാത്തിരുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ പ്രളയം തുടങ്ങി. 2-ാം മാസം 17-ാം തീയതി ആഴിയുടെ ഉറവുകളൊക്കെയും ആകാശത്തിന്റെ കിളിവാതിലൊക്കെയും തുറക്കപ്പെട്ടു. 40 ദിവസം പകലും രാവും ഭൂമിയിൽ തോരാതെ മഴ പെയ്തു എന്ന് നാം വായിക്കുന്നു. ആകാശത്തിന്റെ കീഴിലുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മുങ്ങിപ്പോയി. പെട്ടകം വെള്ളത്തിനു മുകളിൽ ഒഴുകി നടന്നു. ഭൂമിയിൽ ശേഷിച്ച സകലതും ചത്തുപൊങ്ങി.
150 ദിവസം കഴിഞ്ഞ് വെള്ളം താണു തുടങ്ങി എന്ന് നാം വായിക്കുന്നു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെയും 40 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നു. പുറത്തെ സ്ഥിതികൾ അറിയുവാൻ വേണ്ടി അവൻ ആദ്യം ഒരു മലങ്കാക്കയെ പുറത്തേക്ക് വിട്ടു. അത് പോയും വന്നും കൊണ്ടേ ഇരുന്നു. പിന്നെ അത് തിരികെ വന്നേ ഇല്ല. പിന്നെ അവനൊരു പ്രാവിനെ വിട്ടു. കാൽ വിൽപ്പാൻ സ്ഥലം കിട്ടാനിട്ട് അത് അവൻ്റെ അടുക്കിലേക്ക് പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. പിന്നെ 7 ദിവസം കഴിഞ്ഞ് അവൻ വീണ്ടും ഒരു പ്രാവിനെ പുറത്തേക്ക് വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് ഒരു ഒലിവില കൊത്തിക്കൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഏകദേശം 1 വർഷക്കാലം പെട്ടകത്തിൽ സുരക്ഷിതരായി അവർ കഴിഞ്ഞു. പുറത്ത് നിലവിളിയും ആക്രോശവും പിന്നെ മരണവും സകല ജീവജാലങ്ങളും ചത്തൊഴുകി നശിച്ച് അപ്പോഴും അവർ അകത്ത് സുരക്ഷിതരായിരുന്നു. ലോകം കണ്ട ആദ്യത്തെ ക്വാറന്റൈൻ ആയിരുന്നു നോഹയുടെ പെട്ടകം. അതിൽ നിന്ന് പുറത്തു വന്നവർ എങ്ങനെ പുതിയ ലോകത്തെ സ്വീകരിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം പുറത്തു വന്നത് മലങ്കാക്ക. കാക്ക എന്ന പക്ഷി എന്നും മാലിന്യങ്ങളെ ആർത്തിയോടെ ആഹരിക്കുന്നവനാണ്. 1 വർഷക്കാലം പെട്ടകത്തിനുള്ളിൽ വിശുദ്ധ ജീവിതം നയിച്ച ശേഷവും സംസാര സാഗരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പണ്ട് ജീവിച്ചതിലും അല്ലെങ്കിൽ അതിനൊരു മാറ്റവും ഇല്ലാതെ പിന്നെയും പഴയ ജീവിത ശൈലിയിലേക്ക് അത് തിരികെ പോയി. രണ്ടാമത് പുറത്തു വന്നത് പ്രാവാണ്. ഒഴുകി നടന്ന മാലിന്യ കൂമ്പാരങ്ങളിൽ കാൽ വയ്ക്കുവാൻ മനസ്സില്ലാതെ അത് തിരികെ വന്നു. അവസാനം ഇറങ്ങിയത് നോഹയും കുടുംബവും. അവർ ആദ്യം ദൈവത്തിന് ഒരു യാഗപീഠം പണിതു യാഗം അർപ്പിച്ചു. പ്രിയരെ, 50 ദിവസത്തെ നോമ്പെന്ന ക്വാറന്റൈനിലാണ് നമ്മളെല്ലാവരും. 50 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പെട്ടകത്തിൽ നിന്ന് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ നോമ്പുകാലത്ത് നാം നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തണമോ അതോ മലങ്കാക്കയെപ്പോലെ വീണ്ടും മാലിന്യങ്ങളെ പാപമംഗലമായ ദുർജീവിതങ്ങളിലേക്ക് തിരികെ പോകണമോ എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാം. നമ്മുടെ കർത്താവ് അരുൾ ചെയ്തു, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിപ്പീൻ. ഈ നോമ്പ് നമ്മെ വിശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് നയിക്കട്ടെ. പ്രാർത്ഥനയോടെ ജേക്കബ് തോമസ് അച്ഛൻ, ബഹ്റൈൻ.